ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് ബിഗ് ബോസ് ടോക്ക് ആണ്. ഒരു കവിത അങ്ങ് ചൊല്ല, നമുക്ക് ആ കവിതയിൽ നിന്ന് അങ്ങ് തുടങ്ങാം. നീ ചൊല്ലുന്നാണോ പറഞ്ഞത്? ഞാൻ ചൊല്ലുന്നില്ല, നീ ചൊല്ല്. ഞാൻ ചൊന്നാ ശരിയാവില്ല. ഞാൻ ചൊന്നാ ശരിയാവില്ല. നീ ചൊന്ന്. അത് കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. ഏത് കവിതയാണ് നിനക്ക് വേണ്ടത്? മറ്റേ കവിതയല്ലേ? അതായത് കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഇത്രേ ഉള്ളൂ. എന്താണ് എന്നുള്ളതൊക്കെ ഇതിന്റെ സാരാംശമൊക്കെ കുറച്ച് കഴിയുമ്പോ പറയാം. ഡീറ്റെയിലിംഗ് കുറെ വരാനുണ്ട്. അത് ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇതൊക്കെ തന്നെ ആയിരിക്കും. മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുവേ, അത് ഇപ്പോഴേ പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ക്രിഞ്ചൻ ഫാൻസ് അസോസിയേഷനിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇപ്പൊ മാറി. ഇനി ഞാൻ നൊക്ക ഫാൻസിന്റെ, അതായത് നൊക്ക ഷാനവാസിന്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പറാണ്. നൊക്ക ഷാനവാസ് ഷൊണ്ണ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താണെങ്കിലും എപ്പിസോഡ് ഇന്നലെ തുടങ്ങിയത് എടിപ്പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്ന് പറയുന്ന സോങ്ങിനായിരുന്നു. എനിക്ക് അത്രേ അറിയുള്ളൂ. കവിത സൂപ്പറായിരുന്നു. കവിത സൂപ്പർ ആയിരിക്കും. അതായത് നമുക്ക് ഒന്ന് മോഡേൺ സാധനം പിടിച്ചാ തീർച്ചയായിട്ടും പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഞാൻ പാട്ട് പാടിയ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ താത്ത അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, തുണി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വിഷയമല്ല. ഇവിടെ കല്ലിവല്ലി എടിപ്പെണ്ണെ ഫ്രീക്ക് പെണ്ണെ. ഓക്കെ, അത് സത്യം. ആ പാട്ട് വളരെ കറക്റ്റ് ആണ്. സീസൺ 7 വെച്ച് നോക്കുമ്പോ അവിടെ പെമ്പിളേര് തന്നെയാണ് വേറെ ലെവല് ഫ്രീക്കേഴ്സ്. അതാണ്, അത് വേറെ ഒരു മാറ്റവും ഇല്ല. സാധാരണ അതായത് കാലഘട്ടത്തിന്റെ ഒരു കണ്ണാടിയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. നമുക്ക് വലിയൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. സ്ത്രീകളൊന്നല്ല കുറ്റം പറച്ചിലും പരദൂഷണവും ഇതൊന്നും എന്നുള്ളത്, ആണുങ്ങൾ അതുക്കും വലുതാണെന്ന് കാണിച്ചു തരാണ് ഇപ്പൊ സീസൺ 7. പണ്ടൊക്കെ ഇങ്ങനെ പറയായിരുന്നു, രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് മറ്റുള്ളവരെ കുറ്റം പറച്ചിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ ഉണ്ടല്ലോ, രണ്ടാണുങ്ങൾ ഒരുമിച്ച് ഇരുന്നാൽ തീർച്ചയായും അതിനുള്ള ഉത്തമ തെളിവാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇരുന്ന് കുറ്റം പറയുന്നത് എജാതി പറച്ചില. 10-61 ദിവസമായിട്ട് കണ്ടിന്യൂസ് കുറ്റം പറച്ചില. അത് ഒരാളതോ അവിടെ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മള് പരദൂഷണം പോലെ നിങ്ങളോട് പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളും പറയണ പരദൂഷണമാണല്ലോ. അതെ, നമ്മൾ തെളിയിച്ചോണ്ടിരിക്കുകയല്ലേ. ഇത് ബിഗ് ബോസിന്റെ ടീം കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത പ്രാവശ്യം വിളിക്കുക. അതെ, ഒരു തവണ വിളിക്കുമ്പോ ഞങ്ങൾ മെയിൻ ചെയ്യില്ല, ഒരു 5-6 തവണയൊക്കെ വിളിക്കണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈഗോ ഉള്ള ആൾക്കാർ, ഭയങ്കര ഈഗോ ഉള്ള ആൾക്കാർ. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്, ഞങ്ങൾക്ക് അറിയാം. ഈഗോനെ മറികടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് കൂടുതൽ എറിഞ്ഞാൽ മതി. പക്ഷെ ബിഗ് ബോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ കുറച്ച് ഈഗോ ഒക്കെ വേണേ. അതെ, ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്ത് രസമുള്ള വൈബ് വരണ്ടേ. കിങ് ആവാൻ പോരുന്നവര് തീർച്ചയായും അതിന്റെ ഫ്രണ്ടില്, അതായത് ആദ്യം പുറത്തുനിന്നും കിങ് ആയിട്ട് തന്നെ പോണം. അപ്പോ എടിപെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്ന സോങ്ങിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ നടന്നത് അനീഷും ബിന്നിയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനു മുന്നേ അനീഷും ഷാനവാസും ചായ ഉണ്ടാക്കുന്ന ഒരു സംഭവം, ചായ വെപ്പ്. ഷാനവാസ് എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തൊരു കൃത്രിമത്താണോ ആ സീന്. നമ്മളവരുടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് കരുതി ഇപ്പൊ അത് കാണുമ്പോണ്ടല്ലോ, ഇവര് അഭിനയിക്കാണ് അങ്ങോട്ട്. ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് കാണിച്ചു കൂട്ടൂല. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നുള്ള അഞ്ചാതി കാട്ടിക്കൂട്ടലാണെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കര കൃത്രിമത്വം, ഭയങ്കരമായിട്ട്. വെരി സാഡ്. എന്താണെങ്കിലും അതിനുശേഷം നമ്മുടെ മോഷണത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പറയൂ മിത്രമേ. അതെ, മോഷണത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോഷണം ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞ ഷാനവാസ് പറയുമ്പോ നമ്മുടെ ക്യാമറ ഇങ്ങനെ ഇങ്ങോട്ട് പോകും. അപ്പൊ കാണിക്കണം നെവിനാണെങ്കിലോ, ആരെങ്കിലും അവിടെ കളവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ ഫുഡിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നെവിനെ ഫോക്കസ് ചെയ്യും. നെവിനാണെങ്കിൽ കീടിലെ ലുക്കിലും തലയിലൊരു മറ്റേ മകുടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ആളൊക്കെ നടന്നങ്ങ് വന്നിട്ട് പറഞ്ഞേ, ഞാനില്ലെങ്കിൽ സ്പൈക്കൂട്ടനില്ല. സത്യല്ലേ, ആളുള്ളതുകൊണ്ടാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് സ്പൈക്കൂട്ടം വരുന്നതും ഒക്കെ. അതായത് സ്പൈക്കൂട്ടൻ എന്ന് പറഞ്ഞ് ഒരു റോബോട്ടിനെ സൃഷ്ടിക്കേണ്ട സാഹചര്യം ബിഗ് ബോസിന് ഉണ്ടാക്കി കൊടുത്തത് നെവിനാണ്. പിന്നെ സത്യല്ലേ, അതില്ലെങ്കിൽ അവിടെ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്നു. അതെ, വരുന്നതൊക്കെ നെവിനെ പൊക്കാനാ. അതിന് ജീവൻ വരണമെങ്കിൽ, അതിന് ചാർജ് ചെയ്യണമെങ്കിൽ സത്യം നെവിൻ എന്തെങ്കിലും അവിടെ ചെയ്യണം. അത് സത്യ. അപ്പോ ഷാനവാസ് ആ സമയത്ത് ഒരു സാധനം പറയുന്നുണ്ട്, അതായത് ഇവര് ചെയ്യുന്നതൊക്കെ ഫണ്ണാണ്, നെവിൻ ചെയ്യുന്നതും കാര്യങ്ങളും മോഷണം. കക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കട്ടാല് അപ്പൊ മറ്റൊരു അവര് ചെയ്യുന്നത് ഫണ്ണിന്.
എങ്ങനെയുണ്ട് അവിടെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ ശരിക്കും പുറത്തു വന്നിട്ടുണ്ട്. അതായത് എല്ലാവരും നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും തുറന്ന് സമ്മതിച്ചു. അക്ബർ അടക്കം സമ്മതിച്ചു. എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാരും അത്യാവശ്യം മോഷണങ്ങളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒരാളുടെ തലയിൽ നെവിന്റെ പാവം നെവിനെ ഞങ്ങൾ താത്തിക്കട്ടെ ഞങ്ങൾ സമ്മതിക്കൂല കേട്ടോ. നെവിൻ നമ്മുടെ മൂത്തോണിയാണ്. ഇതിനുശേഷം അനീഷും ഇതിനുശേഷം എവിടുന്നോ ആ സ്റ്റോർ റൂമിന്റെ ബെല്ല് കേട്ടു അനീഷ്. ചപ്പാത്തി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. പണിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഓട്ടാ. അതായത് ആൾക്ക് നല്ല മടിയാണ് പണിയെടുക്കാന്നുള്ളത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാവുന്നുണ്ട്. അനുമോളെ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതെ ആൾക്ക് മടിയാണ്, അത് മനസ്സിലായി. ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്ത് ഇത് ശരിക്കും അവിടെ പോയി തുറക്കേണ്ട ആള് ക്യാപ്റ്റനാണ്, ബിന്നിയാണ്. ബിന്നിന്റെ പണി കൃത്യമായിട്ട് ചെയ്തോളും എന്ന് ബിന്നി പറയുന്നുണ്ട്. അനീഷും തമ്മിലായി പിന്നെ ഇഷ്യൂ ആയി മാറി. അത് സത്യല്ലേ? അതിനകത്ത് ബിന്നി പറഞ്ഞത് സംഭവം ശരിയാണ്. ബിന്നിന്റെ വിചാരം ഇന്ത്യൻ പ്രസിഡന്റാണ് ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനം എന്ന് കരുതിയിട്ടാണ്. അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നാണ് ബിന്നിന്റെ ഒരു ധാരണ. അത് ഇടയ്ക്കിടയ്ക്ക് ഇന്നും ഇന്നലെ ഒന്നും അല്ല, ക്യാപ്റ്റൻസി കിട്ടിയപ്പോ മുതൽ തുടങ്ങിയതാണ്. അതായത് താൻ ക്യാപ്റ്റൻ ആണ് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ ചില ആളുകൾക്ക്. ഈ സാധനം ഭയങ്കരമായിട്ട് ബിന്നിന്റെ മുഖത്തുള്ള സാധനമാണ് അത്. പക്ഷെ ഈ അനീഷിനോട് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെ അനീഷ് ഈ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോ ഇത് അവിടെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അവിടെ വേറെയുള്ള ആൾക്കാരും പണിയെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അവര് പോയിരുന്നെങ്കിൽ അനീഷ് എന്തായിരിക്കും പറയാ. പിന്നെ അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അത് ചെയ്യാം. ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ശരിയാണ്. അവിടെ ഇപ്പൊ ആർക്കും കയറാൻ പറ്റൂല എന്നൊന്നുമില്ല. ബെല്ലടിക്കും പോയി എടുത്തിട്ടുമുണ്ട്. പിന്നെ അതിനകത്ത് ഈ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ പോയി ഓടിച്ചെന്ന് എടുക്കണം എന്നുള്ള നിർബന്ധം കാണിക്കുന്നതൊക്കെ വെറും മണ്ടത്തരം. എന്നിട്ട് അതിന് കാര്യമില്ല. അത് ന്യായീകരിക്കാൻ വേറെ കുറെ കാര്യങ്ങൾ പറയാ. കാരണം എന്താ അറിയോ, ആദ്യനെ മറ്റേ വെസൽ ക്ലീനിങ് മറ്റേ അത് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിട്ട് അന്ന് വെറുപ്പിച്ച് ഓർമ്മണ്ടോ? ഇന്ന് ആലോചിച്ചോക്ക്. അതൊക്കെ ഇപ്പുറത്ത് നമ്മളാണെങ്കിൽ അത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നു. പിന്നെ അതായത് അനീഷിന് കിട്ടുന്നെങ്കിൽ അനീഷ് എങ്ങനെയായിരിക്കും അത് ഉപയോഗിക്കാന്നറിയാം. എന്താണെങ്കിലും ഇതിനുശേഷം ജയിൽ നോമിനേഷൻ ആയിരുന്നു. 9 വോട്ടോടെ ഷാനവാസും 7 വോട്ടോടെ നൊക്കണൊക്കെ ഷാനവാസ്. അങ്ങനെ ഷാനവാസ് അല്ല ഷോനവാസ് എന്ന് പറയാം. നൊക്കണൊക്കെ ഷോനവാസ്. ഇപ്പൊക്കെ ശരിക്കും ഷോനവാസ് എന്നുള്ള പേരാണ് കാരണം. ഷോനവാസാണോ ഷോ കാണിക്കുന്നത്? എന്റെ പൊന്നോ, അളിയുന്നതിനൊരു പരിധി. നമ്മളൊക്കെ ഞങ്ങളുടെ ഒരു കാര്യം വെച്ച് പറയാനാണ്, ഞങ്ങളൊക്കെ അളിയാറുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പക്ഷെ അത് ആ ടൈമിൽ കഴിഞ്ഞ് എന്നും ആ സ്വഭാവം കാണിക്കൂല. ഇന്നലെ മൊത്തം എപ്പിസോഡ് എടുത്ത് നോക്കുക, ഷൊണ്ണവാസനെ മാത്രം നോക്കുക. അപ്പൊ ആള് കാണിക്കുന്നത് അതായത് കുറച്ച് കാര്യം മാത്രമേ സ്റ്റഡി ആയി നിന്ന് നല്ല കറക്റ്റ് നമ്മുടെ മനുഷ്യര് എങ്ങനെ പെരുമാറും ആ രീതിയിൽ നിന്ന് പ്രതികരിക്കുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളില് ഈ സാധനം മാത്രമേ ഉള്ളൂ. ഒരാള് സംസാരിക്കുമ്പോ അയാളുടെ മുന്നിൽ കയറുന്നിട്ട് ഡാൻസ് കളിച്ച് നോക്കാണിയാ. അതായത് ആള് പറയുന്ന കാര്യങ്ങളില് പലതിലും സത്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ സത്യങ്ങൾ പോലും അവിടെ കാര്യമാക്കാതെ, അതായത് അവിടെ മോശമാകേണ്ട ആൾക്കാർക്ക് പോലും അത് പോസിറ്റീവായി മാറും. ആളുടെ ഈ പെരുമാറ്റം കാരണം ആളെ എന്താണെന്നറിയോ, ആളെ നമുക്ക് ശ്രദ്ധിക്കാൻ പോലും തോന്നാത്ത അവസ്ഥയാണ് ഇപ്പം. ആളെ ഈ കിടന്ന് അളിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ആള് പറയുന്ന വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് പോലും നമുക്കത് ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല എന്നുള്ളത് തോന്നലാണ്. മറ്റുള്ളവർ അവിടെ പറയുന്നത് അത് അവിടെ അവർക്ക് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യണം ഒരു സൈഡ്. എന്തായാലും അനീഷിനെയും ഷാനവാസിനെയാണ് ജയിലിലേക്ക് ഇട്ടത്. അപ്പൊ ഫ്രണ്ട്സ് ഒരുമിച്ചല്ലേ, അപ്പൊ അതിന് ആ സമയത്തുള്ളൊരു ഡാൻസ്, അത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകാൻ നേരത്തുള്ളൊരു ഡാൻസ്, എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് വന്നപ്പോ പറഞ്ഞു തോന്നുന്നു, മറ്റേ ജിഷി വന്നപ്പോ കീഴിലാണ് ഡാൻസ് ആയിരുന്നു കിട്ടുന്നത്. ആ എൻട്രീന്റെ സമയത്തൊരു ഡാൻസ് ഉണ്ടായിരുന്നല്ലോ, അത് അന്ന് സൂപ്പർ ആയിരുന്നു. അത് സൂപ്പറാണ്. അപ്പൊ അത് നന്നായി കത്തിയെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ മൊത്തം ഈ കത്തിക്കാൻ നടക്കാൻ തോന്നുന്നുണ്ട്. വല്ലാത്തൊരു സംഭവം തന്നെ, നന്നായിട്ട് കത്തുന്നുണ്ട്. എന്തായാലും എന്താണെങ്കിലും പാട്ട് കവിത മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എവിടെയായിരുന്നു മനുഷ്യൻ? അസത്യം. എവിടെ നിന്ന മനുഷ്യനെ വെറും 4 ദിവസം കൊണ്ട് സത്യമാണ്. സത്യം. എന്താണെങ്കിലും ഇതിന് ഈ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അക്ബറിന്റെ ഒരു സോങ് ഉണ്ടായിരുന്നു. കറക്റ്റ് സാധനം കേട്ടോ, കിടിലൻ പാട്ടായിരുന്നു. പക്ഷെ വേറെ സത്യം എന്താണെന്നറിയോ, ഒരു ആളെ കൊണ്ടേ പറ്റുള്ളൂ. അക്ബറിനെ കൊണ്ട് ഈ സാധനത്തിന് നല്ല കഴിവാ. ആടോ അല്ലേ? കഴിവട്ടെ. ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് പോലും അവന് പറ്റുന്നില്ലല്ലോ. ഒരു വാചകം പോയി കുടുങ്ങുന്നില്ല. എഴുതി പ്ലാൻ ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പാടുന്ന പോലെ അതെ, അത് സമ്മതിച്ചു കൊടുക്കണം.
അത് ഭയങ്കരട്ടോ, വാക്കുകളൊക്കെ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ. അത് വലിയ കഴിവാ, അല്ലാണ്ട് ഒരു ലൈൻ മാത്രം പിന്നെ പിന്നെ പാടിക്കൊണ്ടിരിക്കല്ല. പാരഡി സോങ് എന്ന് പറഞ്ഞാണ്ടല്ലോ, നല്ല റിസ്ക് ആണ്. അതിന്റെ ഒപ്പത്തിനുള്ള ലൈന് കിട്ടണ്ടേ, സോങ്ങിന്റെ ഒപ്പം പോകുന്ന ഇതുമായിരിക്കണല്ലോ. നിമിഷകവി അത് ഭയങ്കരം തന്നെ കേട്ടോ ആ കഴിവ്. എന്താണെങ്കിലും ആ കഴിവാണ് കുറച്ച് കൂടുതലുള്ളതെന്ന് അത് മാത്രമേ ഉള്ളൂ. പിന്നെ ആളുടെ കൂടെ നെവിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു, സൂപ്പർ. അത് കിടക്കുന്നു കേട്ടോ. ആ പാട്ട് കഴിഞ്ഞിട്ട് മ്യൂസിക് ഇടുന്ന സമയത്ത് സാധനമൊക്കെ ഉണ്ട്, ഒരു കാല് വന്നിച്ചിട്ട് അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്നിരിക്കുന്നത് ജിസേല്, ആദില, ലക്ഷ്മി. അപ്പൊ അടുത്ത ആഴ്ചയും ഒരു ലേഡി. അത് പറയാൻ പറ്റില്ല, അതിൽ പ്രശ്നമുണ്ട്, അതിൽ ട്വിസ്റ്റ് ഉണ്ട്, ഒരു ട്വിസ്റ്റ് വരാനുണ്ട്. അപ്പൊ അതൊരു സത്യം. അപ്പം മേ ബി ഒരാളും കൂടി അവിടെ വന്നേക്കാം. എന്താണെങ്കിലും അടുത്തത് ബിന്നിയും നെവിനും പൂജ. പൂജക്കൊന്നും വലിയ കാര്യമില്ല. പക്ഷെ അതില് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്നറിയോ, ഈ ഫുഡിന് വേണ്ടിയിട്ടാണല്ലോ സീസൺ 7 മൊത്തം നടക്കുന്നതെന്നുള്ളത് മാത്രമേ. പൂജ വരെ നടത്തുന്നു. ഈ ഒരു പൂജ നടത്തുന്ന കാരണം ഈ ടീം ഇവിടെ പുറത്ത് അലഞ്ഞു നടക്കുക എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ, അല്ലേ? അതൊരു സത്യം. ബിഗ് ബോസ് എന്താണ് കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കാത്തത് ചോദിക്കുമ്പോഴേ, എടേ ഞാൻ മാത്രമുള്ളൂ ഇവിടെ, സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാനപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്, സ്ക്രിപ്റ്റ് വരെ ഞാനാ ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നവരും ക്യാമറ ചെയ്യുന്നവരും ഒക്കെ ഇപ്പൊ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി റേഷന് വേണ്ടി ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫുഡിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും ഇതിന് ശേഷം നടന്നൊരു കാര്യം മറ്റേ ഇതായിരുന്നു. ബിന്നിയുടെ അതല്ല മറ്റേ ഷാനവാസ്, അതായത് ബിന്നിയും ഷാനവാസും തമ്മിലുള്ള പ്രശ്നം ഉണ്ടല്ലോ. അതായത് പ്രാഥമിക കാര്യങ്ങൾക്കുള്ള അനുമതി കൊടുത്തില്ല. ഇതിനകത്ത് കുറെ സമയം ഷാനവാസിന്റെ ഭാഗത്തും അനീഷിന്റെ ഭാഗത്തും പോസിറ്റീവ് ഉണ്ട്. അതായത് ഇത് ആദ്യം തുടങ്ങി വെക്കുന്നത്, ആദ്യം നടന്നൊരു സംഭവം ജയിലിലേക്ക് വരെ അയച്ചു. അതിനുശേഷം ഈ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് ഒരു ആൾക്ക് വലിയൊരു എന്തോ ഒരു വലുപ്പുണ്ട് എന്നുള്ള ലെവലിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് ബിന്നി. അപ്പോ ഈ ഇവർക്കൊരു ടാസ്ക് കൊടുത്തു, അത് മാവരക്കണം. അപ്പോൾ അനീഷ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഷാനവാസ് നോക്കിയിരിക്കുന്നു. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പരിപാടി. അതായത് അരി ആളും പിന്നെ ഉയിന്ന് ഷാനവാസും അരക്കുക എന്നുള്ള രീതിയിൽ ഇവര് കാര്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ആര് മാറി നിൽക്കുന്ന കാര്യമില്ല. അതിനകത്ത് കേറിയിട്ട് പിന്നെ ചൊറിയ. അതെ ചൊറിഞ്ഞ് സ്ഥിരം പരിപാടിയുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഇവരെ കൊണ്ട് തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കുന്ന ഒരു രീതി. അതെ അവിടുന്ന് നൈസായിട്ട് ഊക്കി വിടുകയത് ഷാനവാസും അനീഷും കൂടി. അങ്ങനെ അതിന്റെ ഒരു ദേഷ്യത്തില് ആള് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് ക്യാപ്റ്റന്റെ പവർ എന്നുള്ളത് തുറന്ന് തരേണ്ട സാഹചര്യം വരുമ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. ശേഷം ഇവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ആവശ്യം വരുന്നു. ആ സമയത്ത് പറയുന്നു, അപ്പോൾ നേരെ ബിന്നി വന്നിട്ട് പറയാണ്, നിങ്ങള് ക്യാപ്റ്റൻസി മോശമാണെന്ന് പറഞ്ഞു, അതിന് സോറി പറഞ്ഞാലേ ഇത് തുറക്കുള്ളൂ. അവിടെ അവര് ഈ ഷാനവാസും അനീഷും ഗംഭീരമായിട്ട് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അത് പറയേണ്ട രീതിയിലാണ്. അതാണ് ഈ ആദ്യം ഓക്കെ ആയിരുന്നു. അതെ തുടക്കം ശരിയായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസിന്റെ മറ്റേ സാധനം ഉള്ളിൽ കയറി നൊക്ക ഷാനവാസ്. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ, അതായത് ഈ ഷാനവാസിന്റെ ഇപ്പൊ മൊത്തം ഷാനവാസാണ് ഇതിന്റെ മെയിൻ കണ്ടന്റുകള്. അപ്പൊ ഓരോന്ന് എഴുതി വെച്ച് ആളിന്നത് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് അവതരിപ്പിക്കുന്ന കുറെ റിവ്യൂവേഴ്സ് ഉണ്ട്. എന്റെ പൊന്നു മക്കളെ നിങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പരിപാടി ചെയ്യുന്നവർ. അവരൊക്കെയാണ് ഇപ്പൊ പെട്ടു. അവരെങ്ങനെയാണ് ഇത് എഴുതി വെക്കുക എന്നുള്ളത്. ഷാനവാസ് ഇതൊക്കെ എങ്ങനെ എഴുതി വെക്കും? എന്റെ പൊന്നോ, ഷാനവാസ് ശരിക്കും ഈ എഴുതി വെച്ച് റിവ്യൂ ചെയ്യുന്നവർക്കിട്ട് നല്ല 8ന്റെ പണിയായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ഷാനവാസ് 100% വിജയമാണ്. അതായത് പിന്നെ ഇങ്ങനെ കാണിച്ചു എന്നുള്ളതൊക്കെ എങ്ങനെ എഴുതി വെക്കുന്നുള്ളതാണ്. എന്താണെങ്കിലും അവിടെ ഇന്നലത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇഷ്യൂ അതായിരുന്നു. ജയിലിലെ സംഭവം. ആ സമയത്ത് അതായത് പ്രാഥമിക കാര്യങ്ങൾ, അത് ബിഗ് ബോസിന് പോലും നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. ബിഗ് ബോസിനെ പോലും നമുക്ക് അവിടെ അതായത് ഒറ്റ തിരിഞ്ഞിരിക്കല് തിരിഞ്ഞങ്ങോട്ട് നിന്നിട്ട് മൂത്രങ്ങോട്ട് നിന്ന തന്നെ തുറക്കണ സൗണ്ട് ബിഗ് ബോസ് പറയും, അയ്യോ തുറന്നുവിടാൻ പറയുന്നത്. അത്രേ ഉള്ളൂ. അവിടെ അതിന് കൂടുതൽ വലിയ വർത്താനം പറയുകയാണെങ്കിൽ അത് അങ്ങനെയൊക്കെ
അതായത് ആ ഒരു മാസ സാധനത്തിലൂടെയൊക്കെ ഇങ്ങനെ നിർത്തി പോവാൻ പറ്റുമായിരുന്നു. അത് കിടലാക്കാറ് ആ സംഭവമാണ് ഷാനവാസിന് ഈ നൊക്ക് കയറി വന്നിട്ട് കോളാക്കി കളഞ്ഞത്. അത് പിന്നെ ഷാനവാസ് പിന്നെ വീട്ടിലിരിക്കുന്നവരെയും നാട്ടിലിരിക്കുന്നവരെയും അതിനു മുൻപ് അതായത് ആൾക്ക് ആദ്യം പാളിയ സാധനം മാവ് കുടഞ്ഞത്, മാവ് ശരിക്കും കോരിയെടുത്ത് ഇന്റൻഷ്യലി കുടഞ്ഞത് തന്നെയാണ്. ദേഹത്തേക്ക് ബിന്നിയുടെ ദേഹത്തേക്ക് എറിഞ്ഞത് തന്നെയാണ് നമ്മൾ കാണുന്നവരല്ലേ. പിന്നീട് അങ്ങോട്ട് പിന്നീട് ഭരണം പിന്നെ ബിന്നിക്ക് തന്നെയാണ് അവിടെ ആ സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് തുറന്നു വിടണം, പ്രാഥമിക കാര്യങ്ങൾക്ക് മാത്രം അവിടെ ഇത് ചെയ്തു വെക്കാൻ പാടില്ല, തുറന്നു വിടണം എന്ന് പറഞ്ഞിട്ട്. ഇത് സംഭവം ഇതേ നടക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ ഷാനവാസ് കുറച്ച് ബുദ്ധിയായിരുന്നു പ്രയോഗിക്കുന്നത്. ആളിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തോന്നിയിട്ടില്ല. അതിലേക്ക് എല്ലാവരും ഇടപെട്ടു. ശരിക്ക് ഇത് ആരും അറിയുന്നില്ല, ഇത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ ആകെ 3 പേര്, ഷാനവാസ്, അനീഷ്, ബിന്നി, ഇവർക്ക് മാത്രം അറിയുന്ന സംഭവമാണ്. അതെ, അതിനകത്തേക്ക് നോക്കുമ്പോണ്ട് ഈ ഒരു കാര്യം കേൾക്കാണ്ട് വന്നിട്ട് ഇടപെടുന്ന കുറേ ആൾക്കാർ. ഇതിനകത്ത് പല ആൾക്കാരും പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പൊ അക്ബറും ഒനീലൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതായത് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തെങ്കിൽ അത് തെറ്റാണ്. കളിയാക്കൽ മാത്രമാണെങ്കിൽ അത് ഓക്കെ, നിങ്ങൾ തുറന്നു വിടണം. അതായത് നെവിൻ, ആര്യൻ, ഒനീൽ, അക്ബർ, ഈ 4 പേര് ബിന്നിയോട് ഈ ഒരു സംഭവം ചോദിച്ചിട്ട് ബിന്നി പറയുന്നതിലൂടെ അത് മാവ് എറിഞ്ഞു എന്നുള്ളത് മനസ്സിലായപ്പോ അതിന് സോറി പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത് കാര്യം ന്യായമാണ്. അതെ, അല്ലാത്ത പക്ഷെ ലക്ഷ്മി വന്നിട്ട് കേട്ടിട്ട് ലക്ഷ്മി കേൾക്കുന്ന എന്താണെന്നറിയോ, അതായത് ഇതും പറഞ്ഞു തന്നെ കേൾക്കുന്നത്. എല്ലാവരും അവിടെ ആരും സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്യാപ്റ്റൻ മോശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തുറന്നു തന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് അവരറിയിക്കുന്നു. ലക്ഷ്മി അപ്പോൾ പറയാണ് അതിന് മാപ്പ് പറ, സോറി പറയാമെന്ന്. സോറി പറയാന്ന്. എന്ത് സോറി പറയാ? ഒരു എപ്പോഴും അങ്ങനെയാണ്, വാലും തുമ്പും അറിയാതെ. ഇത് അന്ന് മസ്താനിയുടെ സമയത്തും ഈ ലക്ഷ്മി കാണിച്ച സംഭവം ഇതാണ്. എന്താ സംഭവം നടക്കുന്നത്? വെറുതെ സ്പേസിന് വേണ്ടിട്ട് വന്നിട്ട് എന്തൊക്കെയോ കേട്ടതിനും കേൾക്കാത്തതിനും ഒക്കെ മറുപടി കൊടുക്കുന്ന ഒരു സ്വഭാവം. എന്നിട്ടോ അതായത് മാരക പ്രശ്നം ഉണ്ടാക്കുക, ഒരു അഭിപ്രായം പറയല്ല, അങ്ങോട്ട് അലമ്പാക്കിട്ടേ ആള് കണ്ടതുപോലെ അതില് ആളാണ് അതിന്റെ മെയിൻ നിന്ന്. അതായത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അത് എല്ലാം അറിയുന്ന ഒരാള് എന്നുള്ള ലെവലിലാണ് ആള് പെരുമാറുക. അത് ആ പെരുമാറ്റമാണ് അന്ന് നല്ല പോലെ അടിയായി കിട്ടിയത്. പിന്നെ എടി എടി എന്ന് വിളിക്കാൻ പാടില്ല എന്നൊരു സാധനം ഉണ്ട്. ഈ എടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോ അവിടെ ഒന്നും എടി എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പൊ എടി എന്ന് വിളിക്കും, എടി എന്ന് വിളിക്കാൻ പറ്റില്ല, പറ്റൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം. അതില്ലല്ലോ. നമ്മള് അവിടെ ഉണ്ട് ബിഗ് ബോസിന്റെ കൂടെ, ഞാൻ റഫത്തെ എന്ന് വിളിച്ചോണ്ട് നടക്കലടാ, എന്താടാ ഇങ്ങോട്ട് വാടാ, ഇതൊക്കെ നമ്മൾ പറയില്ലേ? അവിടെ പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പം ആദില നൂറൊക്കെ എടീന്ന് ദൂരം പ്രാവശ്യം അവര് വിളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്തറിയോ, ഒരു തെറിവാക്കോ അല്ലെങ്കിൽ വീട്ടുകാരെ പറയലോ ഇതൊന്നും അല്ലാതെ എടി എന്ന് വിളിച്ച സാധനത്തിനെ അതിനെ എതിർത്തിട്ട് കാര്യമില്ല. അത് ഒരു കാര്യമില്ല. ഇപ്പൊ മറ്റേ പ്രാഥമിക കാര്യത്തിന് വേണ്ടിട്ട് തുറന്നു കൊടുക്കാൻ പറഞ്ഞില്ലേ, അത് തന്നെ. അതിലൊന്നും നടക്കൂല. അതായത് അത് റെസ്പെക്ട് ഇല്ലാത്ത പെരുമാറ്റാണ്. ഒക്കെ ശരിയാണ്, റെസ്പെക്ട് ഇല്ലാതെയും കയ്യിൽ നിന്ന് പോകുമ്പോ പെരുമാറും. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് തെറി വരിക, വീട്ടുകാരെ പറയാ, ഇതൊക്കെ വന്നാണ്ടല്ലോ ആകെ സീനാണ്. അത് ഭയങ്കരമായിട്ട് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കരമായിട്ട് വരും. നല്ല രീതിയിൽ ഇപ്പൊ ബിന്നിന്റെ ഫാമിലിനെ ആണെങ്കിലും മറ്റേ ലക്ഷ്മിന്റെ എല്ലാരും കൂട്ടത്തോടെ വന്നവരും പോയവരും ഒക്കെ വിളിച്ചിട്ടുണ്ട്. ബിന്നിയുടെ കെട്ടിയവൻ അവിടെ വന്ന് 4 ദിവസം ഇവിടെ കൂടെ നിന്നതാണ്. എന്നിട്ടും ആ ആളെ അങ്ങനെ പറയുമ്പോ ഷാനവാസിന്റെ ക്യാരക്ടർ അത്ര വൃത്തികെട്ട ക്യാരക്ടറാണ്. അതെ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ എന്ത് ഫാൻസ് അസോസിയേഷൻ, നൊക്ക് ഷാനവാസിന്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പർ എന്ന രീതിയിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അതെന്തായാലും നല്ലതാണ്. നിനക്ക് അഭിമാനിക്കാനുള്ള ഇഷ്ടം പോലെ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതാണ് ഒരുപാട്. ഇനി ഇങ്ങോട്ട് ഷാനവാസിന് പുറത്താക്കരുത്. ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്ന് അതായത് ഈ റിവ്യൂവിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം ഷാനവാസ് ഉള്ളൂ. നൊക്ക് ഷോനവാസ്, അതാണ് ഇനി അങ്ങോട്ട് ഫുള്ള്. എന്താണ് ഇതിന്റെ ഇടയിൽ കൂടെ വേറെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഓണത്തിന്റെ ഇടയ്ക്ക് മുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ ഒരു ടാസ്ക്. അതോ ഒരു ക്ലാപ്പും ഒരാൾക്കും മനസ്സിലാവാത്ത ഒരു ടാസ്ക്. കണ്ടോർക്കും മനസ്സിലായിട്ടില്ല, അവിടെ കളിച്ചവർക്കും മനസ്സിലായിട്ടില്ല. ഇത് എന്തിനാ കളിക്കണേന്നോ, എന്തിന്റെ ടാസ്ക് ആണെന്നോ. കോഴിക്കള്ളന്മാർ എന്തോ ഒരു കളി. അതായത് കെട്ടി വെച്ചിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്നറിയോ, അനുമോൾക്കൊക്കെ എല്ലാം കാണായിരുന്നു തന്നെ കേട്ടോ തോന്നിയത്. കാരണം ഓടിച്ചിട്ട് തല്ലുന്നതും
ആ കയറ് കെട്ടിയിട്ടില്ലേ അതിന്റെ പുറത്തേക്ക് പോവാതെ എങ്ങനെയാണ് ആള് അതിന്റെ ഉള്ളിലൂടെ മാർക്കിന്റെ ഉള്ളിലേക്ക് തന്നെ അതും ആ വടി പോയ സമയത്ത് എടുക്കുന്നതൊക്കെ എന്ത് സിമ്പിൾ ആയിട്ട് വടി എടുത്തേന്നറിയോ, തപ്പാതെ നേരിട്ട് നേരിട്ട് അങ്ങ് എടുത്തു. അപ്പൊ തന്നെ മനസ്സിലാവും അത് കാണുന്നുണ്ട് എന്നുള്ളൊരു സംഭവം. അതാകെ പാളി, ആ ടാസ്ക് മൊത്തത്തിൽ പാളി. പക്ഷെ അതിലൂടെ കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാനായിട്ടും പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ, അവിടെ മറ്റേ ബിന്നി, ലക്ഷ്മി, ഷാനവാസ്, അനീഷ് ജയിലും പുറത്തു നിന്ന് വൻ കച്ചറ നടക്കുക. അതിന്റെ ഇടയിൽ കൂടെ നോക്കുമ്പോണ്ട് കുറച്ചുപേര് അടിച്ചു കളിക്കുക. അനു, നൂറ, അവരാ ഇതൊക്കെ നെവിന്റെ കൂടെ നെവിന്റെ കളി അടി അങ്ങനെ വട്ടത്തിൽ കറങ്ങി ഇങ്ങനെ അടിക്കുക. അതെന്ത് രസമായിരുന്നു അറിയാം. ഇവരുടെ ഭാഗം കാണുമ്പോ തന്നെ ഭയങ്കര വൈബാ. പാട്ടാ ഗേൾസ് വേറെ ലെവലാണ് കേട്ടോ. അവര് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവര് മുന്നോട്ട് പോകുന്നത് സംഭവം. പിന്നെ മറ്റൊരു കാര്യം, അതായത് ലക്ഷ്മി ഇതിനുശേഷം അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുന്നു. ലക്ഷ്മി അകത്ത് പോയിട്ട് ചിസേല് വിളിക്കുന്നുണ്ട്. ആരെ? അക്ബറിനെയും ഒനീലിനെയും എന്ന് പറഞ്ഞ രീതി ഉണ്ട്. അത് കാണുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കേറുള്ളിലൂടെ ആള് കെട്ടിലമ്മനെ കൊച്ചമ്മ വരൂലേ, അവിടെ ജോലിക്ക് വിളിക്കണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടില്ല സംസാരമാണ്. പച്ചക്ക് കൊടുത്തിട്ടുണ്ട് അക്ബറും ഉണിയിലും. നിന്റെ ഷോ ഇവിടെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. അക്ബറിന്റെ കണ്ടോ ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു മാറ്റം. അതിങ്ങനെ കാര്യം ഇങ്ങനെ കൃത്യമായി ഇതിങ്ങനെ പറഞ്ഞാൽ തന്നെ ധാരാളം. ആ രീതിയിൽ നിന്നാണ് ഷാനവാസ് മാറിയത്. ഇതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതായത് ഷാനവാസ് എങ്ങനെയായിരുന്നോ അത് അക്ബറിലേക്ക് മാറി. അക്ബർ എങ്ങനെയായിരുന്നു ഈ നോളത്തരവ് കാണിച്ചുകൊണ്ടിരുന്നത് അതിലേക്ക് ഷാനവാസും മാറി. സ്വാപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ച് മാറിയതാണ് വന്ന്. ഒരാഴ്ച ഞാൻ നീ ആവാം, ഒരാഴ്ച നീ ആയി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് മാറുന്ന പരിപാടിയാണ്. എന്താണെങ്കിലും അത് നല്ല രീതിയിൽ ഇപ്പം അക്ബറിന് പോസിറ്റീവായി മാറുന്നുണ്ട്. സത്യമായിട്ട് ഈ ഷാനവാസിന്റെ നോളത്തരം കണ്ട് വെറുത്തിട്ടുണ്ടല്ലോ. മറ്റുള്ളവർക്കൊക്കെ പോസിറ്റീവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാള് ഷാനവാസാ. ഷൊണ്ണവാസ് എന്നോ എന്റെ പൊന്നോ, നൊക്കണൊക്കെ ഷോനവാസ്. ഈ നൊക്കണൊക്കെ തന്നെ എത്ര പ്രാവശ്യം ഇന്നലെ ഇട്ടു എന്നറിയോ? ലക്ഷ്മിയുടെ മുന്നിൽ പോയിട്ട് എടാ ഏറ്റവും വലിയ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനം എന്താ പറയുക, നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഡാൻസ് കളിക്കുക, ഈ നോളത്തരം കാണിക്കുക, ഇതൊക്കെ കാണിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ആവുകയും വയലന്റ് ആവുകയും ചെയ്യുന്നത്. ഇന്നലെ ബിന്നിയോട് സംസാരിക്കുന്ന രീതി എന്താ, രണ്ട് സ്റ്റെപ്പും. എടാ വലിയ സ്ക്രീനില്, അതായത് നിങ്ങൾ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും. വലിയ സ്ക്രീനില് അല്ലെങ്കിൽ അതായത് ലൈവില് നമുക്ക് എന്തായാലും ക്ലോസ് ഷോട്ടൊന്നും കിട്ടൂല. ഈ എപ്പിസോഡിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ വലിയ ടിവിയിലാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പല സമയങ്ങളിൽ ഈച്ച അങ്ങനെ ഇരിക്കുന്നതാണ് ഷാനവാസിനെ. അതെന്താന്നറിയോ, ചീഞ്ഞാണ് ഈച്ച ഇറക്കാൻ തുടങ്ങിയത്. അളിഞ്ഞത് മതി എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ അരച്ചു വെച്ചതിനകത്ത് വരെ ഈച്ച പെരിഞ്ചാതി കോമഡി എന്താ അറിയോ, കഴിഞ്ഞ ആഴ്ച ഈ മുടി കേസിലാണ് പ്രശ്നം ഉണ്ടായത്. ഇന്നലെ അരച്ചു കഴിഞ്ഞപ്പോഴും കണ്ടോ, അതാണ് കർമ്മ ഇത് അടിച്ചോണ്ടിരിക്കുക. അതേപോലെ ഇപ്പൊ അളിഞ്ഞ് അനീഷിന്റെ പുറകെ ഷാനവാസിന്റെ പുറകെയാണ് ഈച്ചകൾ മൊത്തം. അതുകൊണ്ട് അവിടെ അരച്ചതിനകത്തും വന്ന് ചാടിയിട്ടുണ്ടായിരുന്നു ഈച്ച. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഇരുന്നിട്ട് ഷാനവാസ് ഇത് ന്യായീകരിക്കുക ഈ സംഭവങ്ങള്. അല്ലേ ഇതിന്റെ ഇടയില് ഈ ലക്ഷ്മി ഇതൊക്കെ പറഞ്ഞ് ഉണിയിലും അക്ബറും നന്നായിട്ട് കൊടുത്തു. ആ സമയത്ത് പാട്ടാ ഗേൾസ് എന്തായത് നൂറയും അനുമോളും ഈ കിട്ടിയ ഇതില്ലേ അത് മറച്ചു വെച്ചിട്ട് നമുക്ക് അല്ല മറ്റേ സാധനങ്ങള് കോഴിന്റെ കോഴിക്കള്ളന്മാരുടെ കളിയിൽ നിന്ന് കിട്ടിയതാണ്. അത് ഒളിപ്പിച്ചു പോയിട്ട് നമുക്ക് പുതപ്പിനടിയിൽ വെക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകുന്ന രീതി അടിപൊളിയായിരുന്നു. അവിടുന്ന് ഒരു നടത്തവും കള്ളത്തരവും കറക്റ്റ് ബെഡ്റൂമിന്റെ അങ്ങോട്ട് എത്താനായപ്പം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് അനുമോൾ നൂറ നേരെ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചേക്കിട്ടോ. അവിടുന്ന് ഒരു തിരിച്ചിലും ഒരു ചിരി. ഞങ്ങള് വഴി മാറിപ്പോയതാണ് ബിഗ് ബോസിന്. അവിടുന്ന് അനുമോളെ എക്സ്പ്രഷൻ ഇവര് അതാ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഇവര് ഉള്ള സമയത്ത് ഭയങ്കര രസം കണ്ടിരിക്കാം. അതായത് അവർക്ക് അവിടെ നുണ പറച്ചിലോ കുറ്റം പറച്ചിലോ ഒന്നും നമുക്കില്ല. അവര് മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനം ഇടുന്നുണ്ട്. പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട കണ്ടന്റ് അവർ കൊടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. പറച്ചിലില്ല എന്നല്ല, തീരെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു പടി പെണ്ണുങ്ങളെക്കാട്ടിലും പരദൂഷണം കൂടുതൽ ആണുങ്ങൾക്ക് തന്നെ സീസൺ 7. അതായത് ഷാനവാസ് ആ ഒരു ഇഷ്യൂ വീണ്ടും, അതായത് അതിനുശേഷം ബിന്നി പുറത്ത് അതായത് ഇത് തുറന്നു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുമല്ലോ. എന്തായാലും ഇത് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിൽ മോചിതരാക്കണമല്ലോ. അങ്ങനെ അനീഷിനെയും ഷാനവാസിനെയും പുറത്തിറക്കി.
അപ്പൊ അതിലൂടെ തന്നെ കളിയാക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് തന്നെ എടുത്തിട്ട് അലക്കുന്നതും അതും ഇതുപോലെ ഡാൻസ് ചെയ്തിട്ടും അത് കാണുമ്പോഴാണ് അത് ഞാൻ പറഞ്ഞത്, അത് കാണുമ്പോഴേക്കും നമുക്ക് തന്നെ ദേഷ്യം നമുക്ക് പോലും. ഈ സാധനം നൂറയും ആദിലയും വിലയിരുത്തുന്നുണ്ട്. ആ സാധനം അവിടെ ഡയറക്റ്റ് പറഞ്ഞു നിർത്തേണ്ട സാധനമാണ്. ഇത് ഇങ്ങേർക്ക് നെഗറ്റീവായിട്ടായി പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിൽ അവിടെ പറഞ്ഞ് നൂറേനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഇനി അനുമോളുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിലും പറയാനുള്ള മറുപടി സ്പോട്ടിൽ പറഞ്ഞേക്കാം, അത് അവിടെ തീർക്കണം. അത് അവിടെ തീരേണ്ട കാര്യമാണ്. ഈ ഷാനവാസാണ് അത് പിന്നീട് ഈ കുത്തി പിന്നെ ഈ ഡാൻസും കളിച്ച് ഈ നൊക്കണൊക്കെ ഉണ്ടാക്കി ആകെ മറ്റേ എന്താ പറയാ. പിന്നെ മാത്രല്ല ഡബിൾ സ്റ്റാൻഡോ, അതായത് അക്ബറും ഒണിയിലും ഷാനവാസും ഇരുന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് ലക്ഷ്മി നീ ശരിക്കും കേൾക്കാൻ നിനക്ക് സമയമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആളെ പ്രത്യേകം വിളിച്ചിരുത്തിയിട്ട് പറയാണ്, ഞാനിത് മാവ് ഇതാക്കിക്കൊണ്ടിരിക്കുക, ആ എന്റെ കയ്യിലുണ്ടാവുമല്ലോ, അപ്പൊ അതില് തവിയിലുണ്ടായിരുന്നു ഈ സാധനം. അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കൂലേ, ആ സമയത്ത് ആയതാണെന്ന്. കുടഞ്ഞതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അതായത് ഇങ്ങനെ വീശി, ആ വീശിയപ്പം ആ മാവ് ഇതിനകത്തുണ്ടായിരുന്ന ഒരു തുള്ളി മാവ് അവിടെ വന്നു. അത് മുഖത്ത് ചാടിയതും ഈ തുടച്ചു മാറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ട ലൈവ് കണ്ട ആൾക്കാർക്ക് പറഞ്ഞിട്ട് കളിക്കേണ്ടത് പുറത്തുള്ള ആൾക്കാരുമായിട്ടാണ്, അല്ലാതെ അവിടെ ഉള്ള മത്സരാർത്ഥികളെ വെച്ചിട്ടല്ല. ഇവർക്ക് ഇതുവരെ അതിനുള്ള ബോധം കിട്ടിയിട്ടില്ല. അവരെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇത് നാട്ടുകാർ കാണുന്നില്ലേ അവിടെ നടന്ന എന്താന്നുള്ളത്. ഈ ഷാനവാസ് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇരുന്നിട്ട് ന്യായീകരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവരുടെ കുറ്റങ്ങൾ പറയുന്നത്, അവരുടെ പിരിക്കുന്ന ഇഷ്ടമല്ല, ഇതൊക്കെ പറയുന്ന നാട്ടുകാരാണ് ഇത് മൊത്തം കണ്ടത്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടറിഞ്ഞിട്ടാണ് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ആദില നൂറ ഷാനവാസിന്റെ സ്വന്തം ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോളെ എനിക്ക് ഇഷ്ടമല്ല, അനുമോളെ മാറ്റണം എന്നുള്ള രീതിയിൽ, അനുമോളുടെ കൂടെ ഇവർ നടക്കുന്നൊന്നും ഇഷ്ടമല്ല എന്ന് ആര് പറയുന്നത്? ഷാനവാസ് പറയുന്നുണ്ട്. ഈ സാധനം അവിടെ ഉള്ളത് കൊണ്ടാണ് ആദില നൂറ ഈ ഷാനവാസിനെ കുറിച്ച് ഈ രീതിയിൽ വിലയിരുത്തുന്നത് നമുക്ക് പ്രത്യേകം കാണിച്ചു തന്നത്. പിന്നെ അവര് കറക്റ്റ് ആയിട്ട് ഇത് തീരുമാനമാക്കിയിട്ടുണ്ട്. അതായത് മേൽ ഷോവനിസ്റ്റ് ആണെന്നുള്ള പക്കയായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിനു ശേഷം ഈ അനുമോളുമായിട്ടും വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ ഷാനവാസ് പ്രശ്നം ഉണ്ടാക്കാത്ത ആൾക്കാർ ചുരുക്കമാണ്. ഇത് പോസിറ്റീവായ രീതിയിലായിരുന്നെങ്കിൽ, അതായത് അതിന് ഭയങ്കരമായിട്ട്, അതായത് ഏറ്റവും മുകളിൽ എല്ലാവരെയും മുകളിൽ എല്ലാവരും അതിലും കണ്ടന്റ് മെയിൻ ആയിട്ട് ഷാനവാസ് വന്നു എന്നുള്ള രീതിയിൽ അത് വാഴ്ത്തിപ്പാടായിരുന്നു. സത്യം. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അളിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ. ഇതിനകത്ത് സംഭവിച്ചത് ഇത് തന്നെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും ഒരിക്കലും ഷാനവാസ് ഇങ്ങനെയായി പോകുന്ന ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഒരു കവിത ചൊല്ലിയില്ലേ, മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞ ഈ സാധനം ഇതുവരെ ഷാനവാസ് നമ്മുടെ ഒക്കെ മുന്നില് അവിടുത്തെ ടോപ്പ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. സീസൺ 7-ലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് തന്നെ പറയായിരുന്നു. ഈ ഒരു 4-5 ദിവസം കൊണ്ടാണ് അവിടെ നായകനിൽ നിന്ന് കോമാളിയിലേക്ക് മാറി. ഷാനവാസിനെ നോളയെന്നോ നൊക്കണൊക്കെന്നോ ഷോണവാസെന്നോ എന്തും വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആള് വെറും 4 ദിവസം കൊണ്ടാണ് മാറിയത്. വളരെ കഷ്ടം. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് കുറച്ച് മാത്രം പോസിറ്റീവ് ഉണ്ടായിരുന്ന അക്ബർ, ആര്യൻ, മറ്റുള്ളവരൊക്കെ ഒരു പോക്കാ. ഷൊണ്ണവാസിനെ കുറച്ചുകൂടെ എന്തെങ്കിലും പറഞ്ഞു. ഇത്രയും കിട്ടിയിട്ട് നിനക്ക് മതിയായില്ലേടേ. ഒരു സുഖം കിട്ടട്ടെ. നൊക്കണൊക്കെ ഷാനവാസ്, എന്ത് രസമുള്ള പേരാണ് നൊക്കണൊക്കെ ഷാനവാസ്. എന്തായാലും ഇന്ന്, അതായത് ഇന്നലെ ആണ് ലാലട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞാണ് കേട്ടത്. ഒണിയില് പുറത്തായി എന്ന് കേൾക്കുന്നുണ്ട്, ജിസേല് പുറത്തായി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ ജിസേല് പുറത്തായി എന്ന് കേട്ടപ്പോ കുറെ ആൾക്കാർ ഓൺ ഫയർ, ഞെട്ടൽ, അത്ഭുതമൊക്കെ. എന്തിന്? ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ പോണെന്ന് പറഞ്ഞുകൊടുക്കുന്ന ആളാ. കഴിഞ്ഞ ആഴ്ചയല്ല, അതിന്റെ മുന്നേ എന്ത് ചെയ്തിട്ടാണ് അവിടെ ജിസയിൽ നിങ്ങൾ ഈ പറയണ ഭയങ്കര പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കാണിച്ചിട്ടുള്ളത് അതായത് കാണിച്ചത് പലതും കാണിക്കുന്നുണ്ട്, പക്ഷെ അനുമോളുമായിട്ട് ഗെയിമുമായിട്ടൊന്നുമില്ല. അനുമോളുമായിട്ട് അതായത് ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിരുന്നു. അനുമോള് ആൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ആര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ആളെ ചുറ്റിപ്പറ്റി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആര്യൻ ഉണ്ടായിരുന്നു, അക്ബർ ഉണ്ടായിരുന്നു, റനാ ഫാത്തിമ ഉണ്ടായിരുന്നു. ഇവരങ്ങനെ കുറച്ച് ഇങ്ങനെ നിന്നിട്ട് അതിന്റെ മുകളിൽ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതല്ലാതെ അതിനകത്ത് ജിസയിൽ ഒന്നും ചെയ്തിട്ടില്ല. ആള് ലോക പരാജയമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. സത്യം. അതായത് എന്തെങ്കിലും പറഞ്ഞ അപ്പോഴേക്കും ആള് ഡൗൺ ആവുന്നു, കരയുന്നു, ഇതൊക്കെ ചെയ്യുന്ന ആളാ. ഇതിനകത്ത് ഇന്നലെയൊക്കെ ജിസൈലിനെ ശ്രദ്ധിച്ചാൽ അറിയാം, ജിസൈൽ ഫുൾ കൺഫ്യൂസ്ഡ് ആണ്. എന്ത് ചെയ്യണം, ഇനി എങ്ങനെ ഗെയിം കളിക്കണം. ഈ ആര്യനുമായിട്ട് ചെറിയ ഒരു
അതെ, ഇതുകൂടി മാറി തുടങ്ങിയപ്പോഴേക്കും ആളില്ല. ആര്യൻ ജിസൈലിനെതിരെ കളി തുടങ്ങി. അതെ, ജയിൽ നോമിനേഷനൊക്കെ കൊടുത്ത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഈ ലെവലിൽ നമ്മൾ ഓൾറെഡി പറയാറുണ്ടായിരുന്നു, ആര്യൻ ഇല്ലെങ്കിൽ ജിസൈൽ ഇല്ല. എന്നാൽ ജിസൈൽ ഇല്ലെങ്കിൽ ആര്യന് ഒരു ചുക്കൂല്ല. ആര്യനോട് നമ്മളെപ്പോഴും പറഞ്ഞ ആര്യൻ ജിസൈൽ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ആര്യന്റെ ഗെയിം കണ്ടോണം, അത് പോസിറ്റീവായിരിക്കും. അത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും ആര്യന് വരാൻ പോണത്. ആൾറെഡി ഇപ്പൊ പോസിറ്റീവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, പിന്നെ ആര്യൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിവിടെ ആരും ഇല്ലെങ്കിലും ഈ 100 ദിവസം എനിക്കറിയാം ഇവിടെ എന്റർടൈൻമെന്റ് ചെയ്യിക്കേണ്ട എങ്ങനെ. അത് അയാളുടെ കോൺഫിഡൻസ് തന്നെ, സത്യമാണ്. അതിനകത്ത് നമ്മൾ അയാളെ അന്ന് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ അയാൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നെഗറ്റീവായുള്ള ആള് പോസിറ്റീവായി മാറിയത്, ക്രിഞ്ചനിൽ നിന്ന് ആര്യനിലേക്കുള്ള തിരിച്ചുവരവ്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ക്രിഞ്ചൻ ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിട്ട്, എന്നിട്ട് ഞങ്ങൾ പുതിയ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി. അല്ലെങ്കിൽ ഈ ചറ്റേക്കുന്ന ആൾക്കാർ നന്നായി കഴിഞ്ഞാൽ ഒരാള് മോശമായി കഴിഞ്ഞാൽ അയാളെ മാക്സിമം കൊണ്ടുപോയി കൊമ്പത്ത് വെക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ അപ്പൊ ആ ഷോനവാസിനെ പുറത്താക്കരുതേ. എവിടെ നിന്ന മനുഷ്യനായി ഇപ്പൊ ഇവന്മാരുടെയൊക്കെ നേതാവായി മാറി. ആൾക്ക് ഞാൻ കൊടുക്കുമ്പോ ഇവരുടെയൊക്കെ നേതാവായി എന്ന് പറയുമ്പോ തന്നെ നിലവാരം എന്തായി ക്രിഞ്ചനേക്കാളും താഴെയാണ് നൊക്കണൊക്കെ ഷാനവാസ് അല്ലേ? ക്രിഞ്ചനേക്കാളും താഴെയാണ് ഇപ്പോ നൊക്കണൊക്കെ ഷാനവാസ്. ക്രിഞ്ചനും ഉണ്ടായിരുന്നു ആദ്യ പ്രശ്നം. എന്തെങ്കിലും പറയുമ്പോ ഡാൻസ് കളിക്കുന്ന പരിപാടി അന്ന് നമ്മൾ എടുത്ത് വലിച്ചു കൊടുത്തിട്ടുള്ള മനസ്സിലായി. സമ്മതിക്കണം. എന്തായാലും ജിസയില് പോയതിൽ ഒരു അത്ഭുതമല്ല. പിന്നെ കുറെ ആൾക്കാര് ഈ ലോക ഫേക്ക് ആയിട്ടുള്ള കുറെ പോളിടും, ഇവർക്ക് ഇത്രയും വോട്ടാണ്, ഇവരാണ് മുന്നിൽ നിൽക്കുന്ന, യൂട്യൂബിൽ കുറെ വ്യൂസ് ഉണ്ടാക്കിയിടുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലതൊന്നും. എന്നിട്ട് അതിൽ ജിസേല് വലിയ സ്ഥാനത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു ചിന്താഗതി എന്താ അറിയോ, ഈ ആദ്യത്തെ വീക്ക് മുതൽ ഇതുവരെ നിന്ന ആൾക്കാരൊക്കെ സൂപ്പർ ഗെയിമർ ഒരിക്കലും അല്ല. അത് മറ്റുള്ള ആൾക്കാരോടുള്ള ഇഷ്ടം കൊണ്ട് പിടിച്ചു നിന്ന് പോയ പല ആൾക്കാരും ഉള്ളതാണ്. അതായത് ഒരാള് പോയാൽ മാത്രമേ മറ്റേ ആൾക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് കണ്ടറിഞ്ഞിട്ട് ഇവരൊക്കെ നിന്നുപോയി. ഇവര് വലിയ ഉപദ്രവം ഇല്ലാത്തത് കൊണ്ട് നിന്നുപോയി, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഇപ്പൊ നമ്മളെ ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെയാണ്. ഈ സാബുമാനും ഇപ്പം സേഫ് ആയിട്ടുണ്ട്. സാബുമാന്റെ കാര്യം ഇതിപ്പോ പറഞ്ഞുതരാം. അതായത് സാബുമാൻ, ലക്ഷ്മി ഇവരവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. രണ്ട് പോസിറ്റീവായി വന്നുള്ളത്. സാബുമാൻ്റെത് ആ മാജിക്കാരുടെ സ്റ്റാച്ചു ആയി നിന്നത്. പിന്നെ അന്ന് ആ മാസ്ക് മാറ്റി ആളുടെ മുഖത്തുണ്ട് വന്ന ആ ഒരു കരച്ചിലിന്റെ പോലത്തെ സാധനവും പിന്നെ ആ ഫുഡ് ഇങ്ങനെ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി. ആ ഒരു സാധനം ആ ഒറ്റ ഒരു സാധനമാണ് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടായത്. പിന്നെ ലക്ഷ്മിയുടേത് ഇല്ല എന്ന് പറഞ്ഞ സംഭവം, ലാലേട്ടനോട് നിങ്ങൾ വീട്ടിൽ കയറ്റോ ഇല്ല എന്ന് പറഞ്ഞ സാധനം. ആ ഓളം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ജിസേലിൽ ഉണ്ടായിട്ടല്ല. ആകെ ഉണ്ടായിട്ടുള്ളത് തുടക്കത്തില് നമ്മൾ വളരെ മികച്ച ഗെയിമേഴ്സ് ആണ് പറഞ്ഞ സാധനം. ഇവരോട് 4 പേരോടും, അതായത് ഷാനവാസ്, മറ്റേ അപ്പാനി ശരത്ത്, പിന്നെ അനുമോള്, ആര്യനും ഉണ്ടെന്ന് അത് അവരുടെ കൂടെ. അതിനെതിരെ നിന്ന് സംസാരിച്ച സാധനം മാത്രമേ ഉള്ളൂ. അതായത് ഗുണ്ടി ആ ദിവസം. അതല്ലാതെ ജിസയില് വൻ പരാജയമാണ്. ആള് പുറത്തായതിൽ ഒരു അത്ഭുതമില്ല. നമുക്കൊരു അത്ഭുതം തോന്നുന്നില്ല. അതെ, ഇനി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോ അത് അത്ഭുതം, അയ്യോ അന്തമിടലൊക്കെ ആയി മാറിയേക്കാം. പിന്നെ മറ്റുള്ളവർക്ക് കണ്ടന്റ് ഉണ്ടായിരുന്നു ജിസേലിനെ കൊണ്ട്. അതായത് പുതപ്പ് അതിന്റെ അടിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് കണ്ടന്റും അവർക്ക് അതിലൂടെ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഉയർച്ചയിലെത്താനും പറ്റില്ല. ഇപ്പോഴും നല്ല ചർച്ച നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്. അല്ലാതെ ജിസേലിന് ഒരു രീതിയിലുള്ള ഗുണമില്ല. ജിസേൽ അവിടെ ഒന്നും കളിച്ചിട്ടില്ല. ജിസേലിന് മാത്രല്ല ഒണിയിലും ഔട്ടായി എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ഒണിയിലിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. ക്യാപ്റ്റൻസി ടാസ്ക് ഇല്ലേ, ക്യാപ്റ്റൻസി ടാസ്കിന് 3 പേരെ തെരഞ്ഞെടുക്കുന്നുണ്ട്, ലക്ഷ്മിനെയും ജിസേലിനെയും പിന്നെ ആദിലനെയും. എന്തുകൊണ്ടാണ് ജിസേൽ വീണ്ടും വന്നത്? അങ്ങനെ തന്നെ ഇതിന്റെ മുൻപ് മൊത്തം സമയത്തും വന്നിട്ടുള്ളത് ആള്. അതായത് പ്രത്യേക സപ്പോർട്ട് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ജിസേലിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ജിസേൽ നിന്ന് പോയതാണ്. അതുകൊണ്ടാണ് ജിസേലും എല്ലാ ആഴ്ചയിലും ഇങ്ങനത്തെ ഒരു സാധനത്തിലോട്ട് വരുമ്പോ ജിസേൽ 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 ഇങ്ങനെ കേൾക്കാം. പിന്നെ കുറച്ച് ആൾക്കാരുടെ ഈ പോളിങ്ങും അൺഒഫീഷ്യൽ ആയിട്ടുള്ള പോളിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇവരിടുന്നുണ്ടല്ലോ, അതൊക്കെ ഇവരുടെ അജണ്ട. ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. അതിനു വേണ്ടി ആൾക്കാരിലേക്ക് ഉള്ളിലേക്ക് ഇവർക്ക് ഇത്രയും വോട്ട് കിട്ടോ എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഇതിനകത്ത് ഇപ്പോഴും പറയാം, ഈ ഒണിയിൽ പോയതിലും ജിസയിൽ പോയതിലും ഒരു അത്ഭുതമല്ല. പിന്നെ ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു, അത് സാബുമോൻ അവിടെ നിൽക്കുന്നത് മാത്രം. അത് ഈ ഒറ്റ സാധനം കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. അതായത്
നമ്മൾ ഈ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടുന്ന സാധനം ഉണ്ടല്ലോ, എടാ ബിഗ് ബോസ് ഇതുവരെ അവരുടെ വോട്ടിങ്ങിന്റെ സിസ്റ്റം എങ്ങനെയാന്നുള്ളത് പറയേ കാണിക്കുക ചെയ്തിട്ടില്ല. പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്? ഇവര് ഇരുന്നിട്ട് അങ്ങ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ ഇത് വിശ്വസിക്കുന്നത് നിങ്ങളെ സമ്മതിക്കണം, അത്ര പറയാനുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. എന്താണെങ്കിലും അപ്പൊ പോവാം. ആ കവിത അങ്ങ് ചൊല്ല കേക്കട്ടെ. 5 പ്രാവശ്യം വേണ്ടി ഞാൻ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ നൊക്കണൊക്കിന്റെ ഫീല് പോവാ. ഞങ്ങളെ ഫാൻസിന് വേണ്ടിട്ട് അത് നൊക്കണൊക്ക് ഷാനവാസ് അതിൽ കിട്ടുന്നുണ്ട്. അതിൽ കിട്ടുന്നുണ്ട്. ഷൊണ്ണവാസ് നൊക്കണൊക്ക് ഷോണവാസ്. ഷൊണ്ണവാസ്